അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. വടക്കഞ്ചേരി കഴിഞ്ഞ് കുതിരാൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുതിരാൻ ടണലിലെത്തി. ലോകത്തിൽ തന്നെ വർണ്ണവിസ്മയങ്ങളിൽ ഒന്നായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കാം. കാരണം മലയൊക്കെ തുറന്നിട്ടാണ് കുതിരാൻ തുരങ്കം തുറന്നിട്ടുള്ളത്. ഏകദേശം 1 കിലോമീറ്ററാണ് കുതിരാൻ തുരങ്കത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര കിടിലൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കുതിരാൻ കഴിഞ്ഞ് പാലിയേക്കര ടോളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തു കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട്. തൃശ്ശൂർ കഴിഞ്ഞിട്ടാണ് പോട്ട വരുന്നത്. കിടിലൻ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമുള്ള റൂട്ടാണ്. ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് AC കാര്യങ്ങളൊന്നുമില്ല. ശുദ്ധമായ വായു നമുക്ക് ചുറ്റും നമുക്കിങ്ങനെ കിട്ടും. ജനവാസമൊക്കെ കുറവാണ് എങ്കിൽ പോലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രീം വേൾഡും സിൽവർ സ്റ്റോമും ഒക്കെ കണ്ടു കേട്ടോ. ഒരുപാട് തിരക്കുണ്ട്. കാരണം ഓണം വെക്കേഷനാണ്. അപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് അതിരപ്പള്ളി എത്താം. അതിരപ്പള്ളി എന്ന് പറയുന്നത് നമ്മളെ തൃശ്ശൂരുടെ ഒരു എടുത്തു പറയേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. കാരണം ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തി. ഒരു അഡൾട്ടിന് 50 രൂപയാണ് ചാർജ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ചെറിയ ക്യൂ ഒക്കെ ഉണ്ട്. കാരണം തിരക്കുള്ളതുകൊണ്ട് തന്നെ ചെറിയ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തി. ചുറ്റും മരമാണ്. ഈ കോര വനത്തിൻ്റെ നടുക്കാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വൈകുന്നേരം എത്തിയത് ഒരു 5 മണിക്കാണ് എത്തിയത്. നമുക്ക് 6 മണി വരെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് തിരിച്ച് കയറുന്നുണ്ട് അതിരപ്പള്ളി കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ അതിരപ്പള്ളിയിൽ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര്. എത്ര ആൾക്കാരാണെന്നറിയോ? ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും അതിരപ്പള്ളി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് ചാർജ് ആണെങ്കിലും 50 രൂപയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1000 പേരൊക്കെ ഒരു ദിവസം വന്നതിന് എന്തോരം വരുമാനമാണ് കേരളത്തിനും അതുപോലെ തന്നെ വനം വകുപ്പിനൊക്കെ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിൽ തന്നെ ഏകദേശം ഏറ്റവും വലിയ നദികളിൽ 4ാമത്തെയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വേലിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ വിസ്മയത്തിൻ്റെ അടുത്തെത്തി. കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ? ഒരുപാട് തിരക്കുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കിങ്ങനെ സൈഡിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാമെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് വേലിയൊക്കെ കെട്ടിയിട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ടൈം വെള്ളമാണ് കേട്ടോ അതിരപ്പള്ളിയിൽ. മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ അതിരപ്പള്ളി കണ്ടിട്ടുണ്ടാവും. മലയാള സിനിമയിൽ മാത്രമല്ല ഒരുപാട് തമിഴ് സിനിമയിലും അതുപോലെ തന്നെ ബോളിവുഡിലൊക്കെ ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ ബാഹുബലിയിലൊക്കെ ഉണ്ട് കേട്ടോ അതിരപ്പള്ളി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കുന്നൊരു സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. ലോകത്തിൽ തന്നെ പലരും നയാഗ്ര വെള്ളച്ചാട്ടത്തോടൊക്കെയാണ് നമ്മളെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ കമ്പയർ ചെയ്യുന്നത്. കാരണം വെള്ളം അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഉറപ്പാണ് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ജീവൻ പോലും കിട്ടില്ല എന്നുള്ളത്. എത്ര നീന്തൽ അറിയുന്ന ഒരാളാണെങ്കിലും ജീവൻ കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ താഴെ പോയിട്ട് താഴത്തുനിന്ന് കാണാം. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 5 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് താഴെ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു ഷെഡ് പ്രളയത്തിൽ മുങ്ങാത്ത ഷെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനൊരു ഷെഡാണത്. അപ്പോൾ അവിടെ ഫോറസ്റ്റ് ഗാർഡും ബാക്കി
ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം വെള്ളം അടിച്ച് മിന്നാണ് കേട്ടോ. വെള്ളം ഒന്നും പറയാനില്ല. നമ്മളെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന മനോഹരമായൊരു കാഴ്ച തന്നെയാണ് അതിരപ്പള്ളി എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ ഫോഴ്സ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. സൂര്യൻ ഏകദേശം അസ്തമിക്കാനൊക്കെ ആയി. നമ്മൾ കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സൂര്യാസ്തമയങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിരപ്പള്ളിയിലെ സൂര്യാസ്തമയം എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നവരെ അവിടെ നിൽക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമാട്ടോ. മേഘവും മേഘത്തിൻ്റെ ഇടയിൽ സൂര്യനും തൊട്ട് താഴെ കിടലിനൊരു വെള്ളച്ചാട്ടവും. പ്രകൃതി ഭംഗിയുടെ മൂർധാവ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കാഴ്ചയാണ് നമ്മളെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഓരോ സ്പോട്ടും ഓരോരോ സ്പെഷ്യലാണ്. ഇപ്പോൾ നമ്മളെ ബീച്ചാണെങ്കിൽ ബീച്ചൊരു വേറെ വൈബാണ്, മലയാണെങ്കിൽ മല വേറൊരു വൈബാണ്, പുഴയാണെങ്കിലും വെള്ളച്ചാട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു വൈബാണ്. ഓരോത്തിനും ഓരോ സ്പെഷ്യാലിറ്റിയാണ് ഓരോ സ്പോട്ടിനും. അങ്ങനെ പക്ഷെ അതിരപ്പള്ളി എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ നമുക്ക് കാണിക്കാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അതിരപ്പള്ളി. ഇന്ത്യയിലെ ഒരു 7-8 മഹാത്ഭുതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ചിലപ്പോൾ അതിരപ്പള്ളി ഉണ്ടാവും. കാരണം പ്രകൃതി അതിൻ്റെ ഭംഗി മുഴുവൻ തഴുകി കൊടുത്തൊരു സ്പോട്ട് തന്നെയാണ് അതിരപ്പള്ളി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ കേരളത്തിലൊരാളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ഒരു സ്പോട്ടാണ് അതിരപ്പള്ളി. കാരണം നമുക്ക് തൃശ്ശൂരിൽ നിന്നാണെങ്കിലും വലിയ ദൂരമൊന്നുമില്ല. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്ററൊക്കെയാണ് അതിരപ്പള്ളിക്ക് വരുന്നത്. അല്ലാതെ തൃശ്ശൂർ എത്താനാണെങ്കിൽ നമുക്ക് ചാലക്കുടി വഴിയും പോകാൻ പറ്റും. ചാലക്കുടിയിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ്, 10-40 കിലോമീറ്റർ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ വെള്ളം അതിൻ്റെ ഏറ്റവും ഫോഴ്സിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടു നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം നമ്മളവിടെ നിന്ന് ഇറങ്ങാനായിട്ടുണ്ട്. കാരണം 6 മണി എന്നുള്ള സമയമാണ്. നമുക്ക് 8 മണി തൊട്ടിട്ട് 6 മണി വരെയാണ് നമ്മളെ പ്രവേശന സമയം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ 50 രൂപയാണ് പാസ് വരുന്നത്. വിദേശികളാണെങ്കിൽ കൂടും, ഏകദേശം 200 രൂപയൊക്കെ വാങ്ങാറുണ്ട്. അങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ട് അതിരപ്പള്ളി വാഴച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉല്ലാസയാത്ര ഉണ്ട്. അതുമാത്രമല്ല നമ്മൾ വാൽപ്പാറയ്ക്കും അല്ലെങ്കിൽ നമ്മളെ ബോർഡറിലോട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് ബസ് സർവീസ്, KSRTC ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിമാനമൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നെടുമ്പാശ്ശേരി ലക്ഷ്യം വെച്ചിട്ടൊരു വിമാനമൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി. നമ്മൾ എത്ര വയസ്സാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ